ഗായ്സ്, ഇന്ന് ഞാൻ നല്ല സുന്ദരിയായിട്ടില്ലേ? ഇപ്പൊ എന്റെ കേട എന്തിനുള്ളതാന്ന് മനസ്സിലായോ? ഞാൻ ഇട്ടിക്കുന്ന ഡ്രസ് കണ്ടോ? എന്റെ ഉമ്മച്ചി ഉണ്ടാക്കി തന്നതാ. ഐ, 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 അരെ, ഐ, ഐ, ഐ. ഇത് ഇങ്ങനൊന്നും അല്ലട്ടോ. ഇമ്മച്ചി ശരിക്കും അടിച്ചിട്ടൊന്നുമില്ല, വെറുതെ ഒന്ന് ഇട്ട് തന്നോക്കിയതേനെ. എന്നാലും നല്ല രസില്ലേ കാണാന്. ഞാൻ കുളി കഴിഞ്ഞപ്പോ വെറുതെ ഇട്ട് മേലെ കണ്ണാരെ പോയി നോക്കിട്ട് വരത്താ. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാന്. ഒന്നുകൂടെ സുന്ദരല്ലേ? ലിപ്സ്റ്റിക് ഇട്ടി വേഗം പോണ പുറത്തേക്ക്. ഒരു ചെരുപ്പ് ഇവിടെ പോയി. ഉമ്മ എന്റെ ഉടുപ്പ് ഇടാനായിട്ട് പിന്നാലെ നടക്കുന്നുണ്ട്. എങ്ങോട്ട് പോവാനിട്ടതല്ലേ സങ്കടമായി. വരെപ്പോഴും ഇങ്ങനെയും പറ്റിച്ചോണ്ടിരിക്കും. എന്തിനാണ് ഞാൻ ഇപ്പൊ പുറത്ത് പോകണ്ടിച്ചതല്ലേ പുതിയ ഡ്രസ് വേണ്ടത്. ഒരടുത്തത് നന്നായിക്കൂടോ നോക്കാൻ വേണ്ടിയിട്ടത് അത്രേ. വേണ്ട, ഞാൻ ഊരിടട്ടെ. ഞാൻ പറ്റിച്ചും വേണ്ട. അതിന്റെ മ്യൂസിക്കിന്റെ അല്ലേ അതാരവിടെ കൊടുന്നിട്ടിരിക്കുന്നത്. എന്റെ ഇതൊക്കെ ഇവർക്ക് നടക്കാൻ വയ്യട്ടോ. കുറെ നടന്നിട്ട് കാലൊക്കെ കഴിഞ്ഞു. ആരെങ്കിലും എന്നെ എടുക്കേ. അവന്റെ പിന്നാലെ കൊറേ ഓടി നിൽക്കും. എന്നെ ഊരാൻ നിന്നെടുക്കല്ലേ. ചിലപ്പോ വേറെ ഇമ്മന്റെ കുപ്പായി ഊരിങ്ങോണ്ട് പറ്റിച്ചു ആളെന്നില്ല. ഓരോ പുറത്തും പോകണ്ടോ. അതിന് ഇമ്മമാനെ ഞാൻ തല്ലിട്ടാണ് ചിരിക്കുന്നത്. ഇമ്മമാർക്ക് അടി കിട്ടിയപ്പോ ഉമ്മമാരെ കേടുന്നു. ഒന്നും കൂടെ പോയി പറ്റിക്കട്ടെ അമ്മമാനെ. ഉമ്മമ്മയോട് പഠിക്കാൻ വേണ്ടിട്ടല്ലേ പൂജയില് കൊടുക്കൂല. ഇതിന്റെ അമ്മച്ചി അടിച്ചു തന്നതല്ലേ. ഉമ്മ എന്നിട്ട് വേഗം എണ്ണിക്കണം എന്റെ ഉടുപ്പൂരാന്. ഞാൻ എന്റെ അമ്മച്ചിനോട് പറഞ്ഞു കൊടുക്കും. ചമ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഞാൻ തരൂലത്. ആണെങ്കിൽ അതിന്റെ നൂലൊക്കെ ഊരിത്തരാം. അറിയാ നൂലൊക്കെ ഊരാന്. അമ്മ വേണ്ട, അങ്ങനല്ലേ ഊരാ. ഇത് നോക്ക്, ഞാൻ കടിക്കുന്നാണ്ട് ഊരിത്തരഞ്ഞ്. നൂലൊക്കെ ഞാൻ ഊരിക്കണ്ട്. എന്തേ പാട്ടാണ്ടോ? തിരുമ്പി തരാവാണെങ്കിൽ കേട്ടോ. മാമാക്ക് റെസ്റ്റ് ആയിക്കോട്ടെ. മാമാടെ കിരുന്നട്ടാ. ഞാനിന്റെ ഉമ്മ തിരുമ്പി തരാം. വെള്ളമൊന്നും നമുക്ക് വേണ്ട. മഞ്ഞിങ്ങനെ തിരുമ്പാതിങ്ങ ചളിയൊന്നുമില്ലല്ലോ. ഉച്ചക്ക് അതിന്റെ റെസ്റ്റ് വേണം തിരുമ്പി തരട്ടോ. ഈ ഉമ്മ എന്തരാ പറയണൊന്നും കേൾക്കണില്ലേ. ഈ കുഞ്ചാന്റെ കാലിമ കുടുങ്ങിയ വട്ടലർപ്പിക്കാൻ നല്ല രസം. നിങ്ങൾക്ക് എന്തെങ്കിലൊക്കെ വീട്ടിലെ അമ്മമാര് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഞാനും എന്റെ അമ്മമ്മ ഒരേപോലെ. ഞങ്ങൾക്ക് രണ്ടാക്കും പല്ലില്ല. അതുകൊണ്ട് ഞങ്ങള് രണ്ടാളും എച്ചൊന്നും മര്യാദ തിന്നാൻ പറ്റില്ല. എല്ലാരും പറയും ഞാൻ എന്റെ അമ്മമാന്റെയും മാമിന്റെയും പോലെ അവന്റെ അമ്മച്ചിക്കാരെ. നമുക്ക് ഡ്രസ്സ് മാറ്റി വരാം. ആ ഡ്രസ്സ് മാറ്റിയന്നപ്പോ ഇമ്മ വരുന്ന ചായ കുടിക്കുക. അപ്പൊ നമ്മൾ ഇമ്മമാനെ വെറുതെരിക്കാൻ പാടില്ല. ഇമ്മമാനെ ഇവിടെ വരുമ്പോഴല്ലേ ഇങ്ങനെ വികൃതി കാട്ടാൻ പറ്റുള്ളൂ. ഞാൻ വന്നപ്പോ ഇമ്മമ്മ കേക്കൊക്കെ തിന്നേച്ചിക്കണ്. എനിക്ക് കിട്ടിയില്ലട്ടോ. ഞാൻ കൊറേ ചോദിച്ചു, എനിക്ക് തരുന്നില്ല വരില്ല. ഞാനിപ്പോ ചോറും ബീഫൊക്കെ തിന്നിട്ടല്ലോ പറഞ്ഞേ. എനിക്ക് തരുന്നില്ല. എന്റെ വയറിൽ കൊല്ലൂല്ല പറഞ്ഞിട്ട്. അത് എനിക്കല്ലാറുള്ളൂ എന്റെ വയറിൽ എത്ര കൊള്ളുന്നു. ഞാനെന്നും തിന്നു. എനിക്കൊന്ന് വേണമെങ്കിൽ തിന്നോക്കി അപ്പൊ കാണാം. ഇതെന്തായി ശരിത്താത്ത അതൊക്കെ ഇവിടെ എത്തിക്കണേ. ചെറിയ നഷ്ടം കിട്ടി. വലിയ ടേസ്റ്റൊന്നുമില്ല. എന്നിട്ട് ഒരു കേക്ക് തരും എനിക്ക്. ആവില്ലേ കുറച്ച്. അതിൽ 2 പരിപ്പുണ്ടായിരുന്നു. കടലടി ഹെൽത്തി ഹെൽത്തി. എന്താ കളിച്ചിട്ട് പൊട്ടാത്തി. ശില്പാത്താനെ കാണാനില്ലല്ലോ. താത്ത അവിടെ പോയി. ഇതൊക്കെ വലിച്ചു വാരിട്ടുകൊണ്ട് താത്ത എങ്ങോട്ട് പോയി. താത്താനൊക്കെ ഒരു അടിച്ചില്ലെങ്കിൽ ഒരു സുഖല്ല. താത്ത കുളിമുറിയിൽ എന്റെ തുന്നും പോയി വിളിച്ചോ. താത്ത 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 അവിടെ കിടന്ന് ഉറങ്ങിയോ? ഇങ്ങോട്ട് ഇറങ്ങിയോ? അന്ന് എന്റെ കയ്യിൽ കെട്ടു. അല്ലെങ്കിൽ അച്ഛനെ ഒന്നോ ഇങ്ങോട്ട് ഇറങ്ങി എന്റെ അണ്ടിപ്പരിപ്പൊക്കെ തിന്നേക്കും. താത്താനെ കൊണ്ട് കൊന്നു തിന്നാൻ കിട്ടാതെ താത്ത സ്കൂളിൽ വന്നാലൊക്കെ പറയും ഞാൻ എന്നെ പിടിച്ച് തിന്നു. നീ എന്നാണ് അവനെ പിടിച്ച് തിന്നത്. ഭയങ്കര രസമുണ്ട്.
ഇത് ഇടയ്ക്കിടയ്ക്കല്ല ഞാനിങ്ങനെ വീഴുന്നതൊന്നുമില്ല ഇങ്ങനെ ചാടുമ്പോ നല്ല രസമാണ് എന്റെ പെരുപ്പിടുത്തൊക്കെ തരില്ലേ ഏതോട് പൊയ്യോ ചേട്ടാ അവിടെ കിടക്കണ്ട തേയില കെടുക്കിട്ടോ കുറച്ച് എക്സസൈസ് ചെയ്തൊക്കെ അതൊരു കുറുമ്പി എന്നും സാഷ്ടാംഗം പ്രണമിച്ച നിസാരം 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 എന്നെ കൊണ്ട് പറ്റുന്ന പണിയില്ല ഓ എക്സസൈസ് ചെയ്തിട്ട് നീച്ച് നടത്താൻ വയ്യ ആരെങ്കിലും ഒന്ന് കൈ പിടിച്ചോന്ന് നീപ്പിക്ക് നടക്കാൻ വയ്യ ഒത്തുകുത്തിയിട്ടുള്ള എക്സസൈസും ചെയ്യാം പണിയാണ് എക്സസൈസ് ചെയ്യാൻ ഇവനെന്തേ തിന്നാനുണ്ടോ രണ്ട് പരിപ്പൊക്കെ കഴിഞ്ഞിരുന്നേ ശീലു കണ്ടാലൊക്കെ എടുത്ത് കൊണ്ടുപോയി ഊട്ടിച്ചില്ലെങ്കിലൊക്കെ എടുത്ത് കൊണ്ടുപോകും അല്ല അമർത്തി പൂട്ടിക്കളെ ഇപ്പോഴതാ വരുന്നുണ്ട് കേട്ടോ അതിന് ഇതെന്താ പൂട്ടാൻ പറ്റണില്ലല്ലോ ഈ പറയാനില്ലല്ലോ താത്ത കാണൂ താത്തക്ക് കൊടുക്കണ്ട എന്നോ നല്ല ദാഹം എന്റെ പരിപ്പൊക്കെ നല്ല ദാഹിച്ചു കുറച്ചേരം ഇവിടെ ഇരിക്കാം കോഴങ്ങി കളിച്ചിട്ട് ഇത് ഞാൻ പൂട്ടി വെച്ചിട്ടില്ലേ എത്തണില്ലല്ലോ എനിക്കെന്നെ വേണം ഇതെന്റെ സാധനം അമ്മമാർക്ക് വായിച്ചിടട്ടെ വായിക്കാനൊക്കെ അറിയാം ബൂസ്റ്റ് ഹോർലിക്സ് സെർലാക്ക് ഇന്നാക്കി എല്ലാതും ഉണ്ടല്ലോ ഇതിലിപ്പോ കാര്യമായിട്ടൊന്നുമില്ലല്ലോ ശേ ഈ ബില്ലൊടുക്കുമ്പോ ഞാൻ തരുന്നു ഞാൻ എന്തെങ്കിലും പോലെ ബർഗറോ മന്തിയോ ഷവർമ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി കൊടുത്തിന് ഇതിപ്പോ ഒന്നും തിന്നാലില്ലല്ലോ ഇതില് ഒന്നുകൂടെ വായിച്ചു നോക്കിയാലോ ചിലപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഞാൻ വിട്ടുപോയതാവും പുറത്ത് നല്ല മഴക്കാറുണ്ട് ഇവിടെ ഇരിക്കാൻ എന്താ സുഖം കല്ലൊക്കെ വാരി കളിക്കാൻ വളരെ രസം ഇമ്മമാർക്ക് കാണുമ്പോണ്ടാവും ഒരു ദേഷ്യം ഉമ്മമാരെ ദേഷ്യം പിടിപ്പിക്കാൻ നല്ല രസം ഞാനിങ്ങോട്ട് വരുന്നത് തന്നെ അതിനാണ് ഇവിടെ നിറച്ച് കല്ല് വാരി ഇടത്തയാല് ഉമ്മമാരുടെ സൗണ്ട് ഒക്കെ ഉണ്ട് ഇളകാതിരിക്കാം ഒരീച്ച കുറേ നേരായി കാലം ആണെന്റെ കൈ കിട്ടും എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം മഴക്കാറ് മാത്രമുള്ളല്ലോ ഒരു മഴത്തുള്ളി പോലും ഇല്ല മഴക്കെ വിട്ട് പോയി ഞാനിപ്പോ ചെരുപ്പിട്ട് വന്നിട്ട് ആരായി താത്ത പോനെ